ഞായറാഴ്ച എൻ്റെ വീടിൻ്റെ അടുത്തൊരു മോട്ടിവേഷൻ ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ഈവനിങ് പോയി കഴിഞ്ഞാൽ വീട്ടിലും കൂടി നിൽക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് പോകുന്നത്. എൻ്റെ കൂടെ എൻ്റെ നാത്തൂനും കൂടി ഉണ്ട് കേട്ടോ. റിതുവിൻ്റെ സിസ്റ്ററാണ്. അന്നാണെങ്കിൽ നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് KSRTC യാത്ര നല്ല രസമാവും നിങ്ങൾ കരുതുന്നുണ്ടാവും. പക്ഷെ അത്ര വലിയ രസം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് സീറ്റ് ഉണ്ടായിരുന്നില്ല. ഒരു 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം എടപ്പാൾ എത്തിയിരുന്നു കേട്ടോ. നോർമലി ബസ്സിന് വരുമ്പോൾ മാത്രമേ ഇത്ര ലാഗ് വരാറുള്ളൂ. കാറിന് വരികയാണെങ്കിൽ ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് എത്തും കേട്ടോ. കാരണം ഹൈവേ വന്നുകൊണ്ട്. സോ എത്തിയ ഉടനെ തന്നെ നമ്മൾ ചായ കുടിക്കാൻ പോയി. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു പുതിയൊരു എസ്തെറ്റിക് സംഭവങ്ങളൊക്കെ ഉള്ള ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സാധനം നമുക്ക് വാങ്ങിക്കാണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് കയറിയതാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളും അവിടുത്തെ നേരെ ഓട്ടോ വിളിച്ച് വീട്ടിലേക്കാട്ടോ. വീട്ടിലെത്തിയ ഉടനെ തന്നെ ക്ഷീണം മാറ്റാൻ വേണ്ടി 2 ഗ്ലാസ് ജ്യൂസ് തന്നിട്ടുണ്ടായിരുന്നു. ആ ജ്യൂസും കുടിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് റൂം ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. കാരണം എൻ്റെ റൂം എൻ്റെ വൈബിലേക്ക് ആക്കില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും സാധനങ്ങൾ അതിൽ കൊടുന്നു നോക്കും. അതൊക്കെ മാറ്റി എൻ്റെ സാധനങ്ങൾ മാത്രം ആക്കി വെക്കും കേട്ടോ. പിറ്റേന്ന് മോർണിംഗ് ആയപ്പോൾ ഒരു പ്രോഗ്രാം കൂടി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. സോ അങ്ങോട്ടുള്ള യാത്ര കേട്ടോ. ആ നടക്കുന്നതാണ് എൻ്റെ ഉമ്മ, ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. അതുകൊണ്ട് ആൾക്ക് നിൽക്കാനും ഇരിക്കാനും നേരമില്ല. സോ ആള് ചങ്ങരകുളം വഴി പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടേക്ക് ആക്കിത്തരാന്ന് പറഞ്ഞ് ചങ്ങരകുളം ഇറങ്ങിയിട്ട് നേരെ പ്രോഗ്രാമിലേക്ക് പോയിട്ടോ. പ്രോഗ്രാം എന്താ വെച്ചാൽ SLC +2 വിദ്യാർത്ഥികൾക്ക് അനുമോദനം. അതിന്റെ കൂടെ തന്നെ വളരെ ചെറിയൊരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടോ. ഒരു 1/2 hour ക്ലാസ് മാത്രമായിരുന്നു. അത് ഈ നേരത്തെ എടപ്പാൾക്ക് പോകാണ്ടായിരുന്നു. കുറച്ചധികം ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. സോ വളരെ യാദൃശികമായിട്ട് എൻ്റെ 2 ഫ്രണ്ട്സിനെ കണ്ടു. എൻ്റെ മുന്നത്തെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം, വി ആർ ക്ലോസ് ഫ്രണ്ട്സ്. എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയാൻ ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ. വളരെ കുറച്ച് പേരാണ്. അതിൽ 3 പേരാട്ടോ. നമ്മൾ ഡിഗ്രിക്കൊപ്പം പഠിച്ചവരാണ്. അതിന്റെ കൂടെ തന്നെ PGക്കൊപ്പം പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടുന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോന്നു. അവരവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. പക്ഷെ അവർക്കൊരു ഉദ്ദേശം മനസ്സിലുള്ളതുകൊണ്ട് അവരവിടെ നിന്ന് പഠിക്കുന്നു. എൻ്റെ ഉദ്ദേശം വേറെ ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകും. അതിൽ യാതൊരുവിധ റിഗ്രറ്റും എനിക്കില്ല കേട്ടോ. ഒരു പക്ഷേ ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ആ റിഗ്രറ്റ് വന്നിരുന്നു. കാരണം എൻ്റെ മെൻ്റൽ ഹെൽത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണത്. സോ അതുകൊണ്ട് ഞാൻ ഹാപ്പി ആവാൻ വേണ്ടി ഇങ്ങോട്ട് പോന്നു. ഇവിടെ എനിക്ക് നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ അത് തന്നെയല്ലേ വേണ്ടത്. ഞാൻ ഇന്ന് ക്ലാസ് എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കഴിവും കൂടിയാണ്. എൻ്റെ ലൈഫ് തീരുമാനിച്ചത് എൻ്റെ കഴിവാണ്. ആ കഴിവിലൂടെ എനിക്ക് മുന്നോട്ട് പോകാം. ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ എഡ്യൂക്കേഷനെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ സ്കില്ല്. അതിലും നമുക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.